വെൽക്കം ഓൾ. എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹാപ്പിയാണ് എനിക്ക് ഇന്നൊരു കമൻറ്റ് വന്നു. ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിരുന്നു. അതായത് നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്ത ഒരാൾക്ക് ആരെന്നൊന്നും എനിക്കറിയത്തില്ല, പുള്ളിക്കാരിക്കോ അല്ലെങ്കിൽ പുള്ളിക്കാരനോ ഒന്നും അറിയത്തില്ല. 3rd റാങ്ക് കിട്ടിയിട്ടുണ്ട് LP UPക്ക്. കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ ഒരാളിപ്പോൾ ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൾ ചെയ്യുക. ഞാൻ നമ്പർ ആ ഒരു കമൻറ്റിന് തൊട്ടു താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോൾ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ +2 പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ജൂൺ 3 ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആപ്പിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ജൂൺ 3 മാറ്റി വയ്ക്കുകയാണ്. ജൂൺ 5 മുതലാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കോഴ്സിനകത്ത് അതായത് നമ്മുടെ +2 പ്രിലിംസ് പരീക്ഷ ആരൊക്കെ എഴുതിയെന്ന് പറഞ്ഞുതരാം. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതുപോലെ ഈ DCA ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഇതൊക്കെ +2 ലെവൽ പ്രിലിംസിൽ വരുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് +2 പ്രിലിംസ് പരീക്ഷ എഴുതേണ്ട ആവശ്യമുണ്ട്. ഇതിങ്ങനെ പറയാനുള്ള കാരണം ഒത്തിരി ആൾക്കാർ അത് ഏത് പോസ്റ്റാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണിത് പറയുന്നത്. ഇത് ഓൾറെഡി വിളിച്ചതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. എക്സാം വരുന്നത് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ 70 ഡേ ക്രാഷ് കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 70 ഡേ ക്രാഷ് കോഴ്സും ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സിലബസ് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ഈ +2 പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് പ്രിലിംസ് തീർച്ചയായിട്ടും ചാടിക്കടക്കാനായിട്ട് പറ്റും. 70 ദിവസം മതി. പക്ഷേ 70 ദിവസത്തിൽ ഒരു 4-5 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നമ്മുടെ കോഴ്സ് എടുക്കുക. ഈ നമ്മുടെ കോഴ്സ് എടുത്ത് ഒരു ആവേശത്തിന് ചാടിക്കയറി എടുത്തിട്ട് പല ആൾക്കാരും പഠിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. എക്സാമിൻ്റെ ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്ക് മുന്നേ നിങ്ങൾ ക്ലാസ് കേട്ട് പഠിച്ചതുകൊണ്ട് ഒരിക്കലും അത് എഫക്റ്റീവ് ആവത്തില്ല. ഡെയിലി തന്നെ നമ്മൾ തരുന്ന ടോപ്പിക്സ് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇനി ഞാൻ സിലബസ് പറഞ്ഞുതരാം. സിലബസിന് നമ്മളുടെ ഇതിൻ്റെ അകത്തുള്ള സിലബസ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ പ്രിലിമിനറി എക്സാമിനേഷനുള്ളതുപോലെയും കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, പിന്നെ 10th പ്രിലിംസിന് ലോക ചരിത്രം ഇല്ല. പക്ഷേ ഡിഗ്രി പ്രിലിംസിന് ലോക ചരിത്രവും മെയിൻസ് പരീക്ഷകൾക്കും ലോക ചരിത്രം പഠിക്കാനുണ്ട്. ലോക ചരിത്രം ഇത് 5 മാർക്കിന്. പിന്നെ ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ ഇന്ത്യ, ഭൂമിശാസ്ത്രം, കേരളം, പിന്നെ മൊത്തത്തിലുള്ളത്. പിന്നെ ഉള്ളത് ധനതത്വ ശാസ്ത്രവും പൗരധർമ്മവും ഒറ്റ ടോപ്പിക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എക്കണോമിക്സും അത്യാവശ്യം പൊളിറ്റിക്സും ഒക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. നിയമങ്ങളൊക്കെ പഠിക്കാനുള്ളത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടന 5 മാർക്കിനുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പിന്നെ ഉള്ളത് സയൻസ് ആണ്. സയൻസ് ഭാഗം എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. സയൻസിൽ നമ്മുടെ ആപ്പിൻ്റെ പൊതുവെയുള്ള അഭിപ്രായം നമ്മുടെ സയൻസ് ക്ലാസ് സൂപ്പർ ക്ലാസ് ആണ്, പിന്നെ ഒരു റെഫറൻസ് വേണ്ട എന്നുള്ളതാണ്. എന്ന് കരുതി ബാക്കിയുള്ള ക്ലാസ് അങ്ങനെയല്ല എന്നുള്ളതല്ല. പകരം സ്റ്റുഡൻസ് എടുത്തു പറയുന്നുണ്ട് നമ്മുടെ ക്ലാസ് സൂപ്പർ ആണെന്നുള്ളത്. സോ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ണുടച്ച് നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിന് ഒരു 5 മാർക്കിനാണ് കമ്പ്യൂട്ടർ സയൻസിന് പ്രിലിംസിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഇത് നിങ്ങൾക്കറിയാം. കല, കായികം, അതുപോലെ തന്നെ സാംസ്കാരികം, സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോർഷനാണ്. ചവറ് കണക്കുള്ള പോർഷനാണ്. പക്ഷെ സെലക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ, അത്യാവശ്യം പഠിക്കുവാണെങ്കിൽ ഒരു 5-ൽ ഒരു 2-3 മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ചവറ് പോലെ നമ്മൾ മെയിൻസ് അല്ലാത്തത് കൊണ്ട് ചവറ് പോലെ പഠിക്കണ്ട. ഓക്കെ. അടുത്തത് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന് ഇവിടെ 5 മാർക്കിനാണ് ചോദിക്കുന്നത്. പക്ഷേ സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് 10 മാർക്കല്ല 20 മാർക്കാണ് +2 പ്രിലിംസിനുള്ളത്. 20 മാർക്കിന് സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദിക്കണം. അപ്പോൾ മാത്സ് നമ്മൾ പഠിപ്പിക്കുന്നത് SCRT ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ജനറൽ ഇംഗ്ലീഷ് കംപ്ലീറ്റ് സിലബസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് തരും. ടെൻസസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. ദെൻ റീജിയണൽ ലാംഗ്വേജ്. ഞാൻ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് PSC ബുള്ളറ്റിൻ പ്ലസ്
പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്ലസ് SCRT ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ശേഖരവും നമ്മുടെ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കും. 70 ദിവസം നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും ചാറ്റിൽ ചോദിക്കാൻ പറ്റും. അതല്ല എങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ 9544807895 എന്നാണ്. വാട്സപ്പ് ചെയ്താൽ മതി, ആൻസർ കിട്ടുന്നതായിരിക്കും. ജൂൺ 5 മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും പറയുകയാണ്, ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.